ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? സംഭവം ഇന്ന് പിള്ളേരുടെ സ്കൂളിൽ പി ടി മീറ്റിംഗാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നമുക്ക് റെഡി ആവും. 12 മണിക്കാണ് ബസ്. ഞാൻ റെഡി ആവുന്നത് 11 മണിക്ക്. അതുകൊണ്ട് നമുക്ക് സട്ടക്കുടിഞ്ഞ് വേഗം റെഡി ആകാം. ചുരിദാറൊന്നും വലിച്ച് കയറ്റാൻ നിന്നില്ല. മഴയുണ്ട്, പൊരിഞ്ഞ മഴ, നനഞ്ഞ് കുതിർന്നുള്ളതുകൊണ്ട് ഒരു ജീൻസും ഒരു ടോപ്പും വലിച്ച് കയറ്റിയിട്ടു. അതുപോലെ തന്നെ ടോണർ, അതായത് സ്കിൻ കെയർ നമ്മൾ എന്ത് വെച്ചാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ടോണർ യൂസ് ചെയ്തു, വൈറ്റമിൻ സി സിറം, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചർ ക്രീം, സൺക്രീം പുറത്തേക്ക് പോകുമ്പോൾ കൊറിയൻ്റെ ചോൺസ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിങ്ങനെ ഫുള്ളും അങ്ങോട്ട് വാരിപ്പൊത്തി. അതിനുശേഷം പിന്നെ അത് എന്താ പിരികെഴുതി, ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണെഴുതി, പിന്നെന്തുണ്ടായിരുന്നേ കണ്ണിൻ്റെ, അതായത് കൺവെക്ഷി സ്ഥിരം മുകളിൽ എഴുതണവർക്ക് കണ്ണിൻ്റെ അവിടെ ഒരു കറുത്ത കളറുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ നല്ല, എനിക്ക് തോന്നുന്നു ഒരു 3-4 ക്ലാസ് തൊട്ട് ഞാൻ തന്നെ കണ്ണെഴുതാൻ തുടങ്ങി. എൻ്റെ കണ്ണ് ഭയങ്കര ഉണ്ട കണ്ണായ കാരണം കണ്ണ് എഴുതിയില്ലെങ്കിൽ ഒരുമാതിരി ഉറക്കപ്പിച്ച് നിന്നിട്ട് വന്ന പോലെ ആയിരിക്കും എൻ്റെ കണ്ണിരിക്കാം. അപ്പോൾ അതൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലും മടിയിലും കണ്ണെഴുതും. പണ്ട് കാലത്ത് പിള്ളേർ കണ്ണെഴുതി വന്ന ഭയങ്കര അഹങ്കാരികൾ, ചാട പിടിച്ച ടീമുകൾ, പോക്കേഴ്സുകൾ, അങ്ങനെ അവരൊക്കെയാണ് കണ്ണെഴുതാന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ +2 പഠിക്കുന്നവരെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ണെഴുതി വരുമ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ഇതിൽ നോക്കും, ഓ അവൾ സ്കൂളിൽ കണ്ണെഴുതി വന്നു. അപ്പം ഞാൻ ചെറുപ്പം മുതൽ കണ്ണെഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാനിതൊക്കെ കാണുമ്പോൾ എന്താ കണ്ണെഴുതേണ്ടത്, ഇത്ര വലിയ കുറ്റകരമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കണ്ടു പഠിക്കുക. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് നോക്കുന്നു, അവരവരുടെ വഴിക്ക് പോകുന്നു, നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു, അങ്ങനെ വേണം. അപ്പോൾ നമ്മൾ ചുണ്ടിൽ ആദ്യം ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിരുന്നില്ല, ഈ പറഞ്ഞ പോലെ. പിന്നെ കാലത്തിനനുസരിച്ച് കോലം മാറണമെന്ന പോലെ ഒരു ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങി. ഇതിപ്പോൾ ലിപ് ഗ്ലോസും ഇട്ടെന്ന് മാത്രം. അതായത് ലിപ്സ്റ്റിക്ക് എനിക്ക് ഒരു ശീലമുണ്ട്, നാവുകൊണ്ട് ഇടയ്ക്കിടയ്ക്കാക്കി ഉള്ള ലിപ്സ്റ്റിക്കിനാണ് ഞാൻ മിനിങ്ങിടും. അപ്പോൾ അത് പോകാതിരിക്കാൻ ഇടയ്ക്ക് ഞാൻ ഒരു ലിപ് ഗ്ലോസും ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു ലവിൻ്റെ മാല ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ കണ്ണിൻ്റെ മണ്ട കറുത്തിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്ക് വെച്ചൊന്ന് തേമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ണെഴുതി. അപ്പോൾ നമ്മുടെ റെഡി ആണ്ടി. ഇനിയാണ് നമ്മുടെ മുടി, എൻ്റെ മുടി റിലാക്സ് ചെയ്ത കാരണം പുതിയ നിൽക്കും. മറ്റെൻ്റെ വീഡിയോസ് എടുത്ത് കാണാം, ഒരുമാതിരി മുടി വെച്ചിട്ട് ചകിരിനാര് വെച്ചിട്ട് പോലെ. ഇപ്പോൾ റിലാക്സും ചെയ്ത കാരണം എൻ്റെ മുടി ഒന്നും ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിടാൻ പെട്ട ഒരുപാട്. അടുത്ത ടാസ്ക് കമ്മലാണ്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ കമ്മലിടാറില്ല. അതുകൊണ്ട് തന്നെ ഈ വാച്ചിനൊരു കഥയുണ്ട്. ഈ വാച്ച് ഓടത്തില്ല, വെറുതെ ഭംഗിക്ക് വേണ്ടി കെട്ടി പോകുന്നു. ആൾക്കാർ എന്നോട് സമയം ചോദിച്ചാൽ ഞാൻ തെണ്ടി പോകും. തെണ്ടൊന്നുമില്ല, ഞാൻ ഫോണെടുത്ത് സമയം നോക്കി പറയും, അത്രയേ ഉള്ളൂ. കമ്മൽ, എൻ്റെ കാത് അടങ്ങിപ്പോകാത്തത് ആരുടെയൊക്കെ ഭാഗം. ആദ്യം വലിയ ഈസിയിൽ ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാത് അടങ്ങും എന്നുള്ളത്. കുറച്ച് വേദനയോട് കൂടിയിട്ടാണെങ്കിലും ഞാൻ കമ്മലിട്ടു. 2 ദിവസം മുന്നേ ഒരു വെച്ചുള്ള അപ്പോഴേക്കും കാതടങ്ങി. അതെങ്ങനെ, രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം എനിക്ക് കാത് പോയിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ബസ് കയറിയിട്ട് ഞങ്ങളെത്തിയത്, അതായത് KSRTC ബസ്സിൽ കയറിയപ്പോൾ കണ്ടക്ടർ ചേച്ചി പറഞ്ഞു, അതായത് ലത്തിമ്പള്ളിയിൽ ഊട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 1:30 ഞങ്ങളവിടെ നേരത്തെ എത്തും. അപ്പോൾ നേരത്തെ എത്താതിരിക്കാൻ ഞങ്ങളിത് പള്ളിയിലൊക്കെ കയറി. ഊട്ടെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒറ്റ തിരക്കില്ല. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ ഒരു തിരക്കില്ലല്ലോ, ഇതാണ് ഊട്ട് പെരുന്നാൾ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോലും. പിന്നെ അങ്ങടെ എല്ലാം മക്കളെ വരും തോറും തിരക്ക് കണ്ടത്. പിന്നെ എനിക്ക് ഫോൺ പിടിക്കാനുള്ള ഞാൻ തളർന്നു പോയി. ഒരു 1.5 മണിക്കൂർ ഞാൻ വരിയിൽ നിന്നിട്ടുണ്ടാവും. പിന്നെ ഫുഡ് കഴിക്കണത് എടുക്കാൻ പറ്റിയില്ല, വേഗം തിന്ന്. കാരണം നേരം വൈകി 2 മണിയായി. 2 മണിയായിട്ട് ഞങ്ങൾ വൈകിട്ട് അവിടെ നനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം സ്കൂളിലേക്ക് എത്തി. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല.